ആറാടുകയാണ്. എല്ലാ പൂർണ്ണചന്ദ്രന്മാരെയും അസ്തമിപ്പിച്ചു കളഞ്ഞ പൂർണ്ണചന്ദ്രൻ എന്ന് മദീനക്കാർ പാടിപ്പുകഴ്ത്തിയ നബി തിരുമേനി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയിൽ ആനന്ദത്തിന്റെ ആഘോഷമാണ്. അതിൽ പങ്കുകൊള്ളാൻ വേണ്ടി ഫാത്തിമ ബീവി ഒരു വളയിട്ടു, ഒരു ചെറിയ സ്വർണത്തിന്റെ വളയിട്ടു. നബി തിരുമേനി ഓടിയെത്തി. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. മദീനയുടെ മസ്ജിദിലേക്ക് പോകുന്ന വഴിക്ക് മോളെ ഫാത്തിമ, സ്നേഹത്തിന്റെ ആ വിളി മുഴങ്ങി. എവിടെയായാലും പോയി വന്നാൽ ആദ്യം ഫാത്തിമയുടെ മൊഴി കേൾക്കണം, ആദ്യം ഫാത്തിമയെ ഒരു നോക്ക് കാണണം, ഫാത്തിമയെ തലോടണം. എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് വിളിച്ചു പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എടീ മോളെ നീയാണ് ഫാത്തിമ എന്ന് വിളിച്ചു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വീട്ടിൽ മകളെ കാണാൻ ചെന്നപ്പോൾ സന്തോഷത്തോടെ ദിവസങ്ങൾക്ക് ശേഷം മകളെ കാണാനുള്ള ആനന്ദത്തോടെ മകളുടെ നേരെ നോക്കിയപ്പോൾ അതാ മുഖം വാടി, അതാ മുഖം കുനിഞ്ഞുപോയി. ഫാത്തിമ ബീവി ചോദിച്ചു, എന്ത് പറ്റി അങ്ങേക്ക് എന്റെ പിതാവേ? അല്ലാഹുവിന്റെ റസൂലായി വന്ന എന്റെ പിതാവേ, മിറാജിന്റെ രാവിൽ റബ്ബിനെ കണ്ടുവന്ന ബാപ്പാക്ക് മകളാകാൻ ഭാഗ്യം ഫാത്തിമ, അള്ളാനെ കണ്ടുവന്ന പിതാവിന്റെ രക്തത്തിൽ ജനിച്ച ഫാത്തിമ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സംഭാഷണം നടത്തിയ മഹാനായകന്റെ മകളായി പിറന്ന ഫാത്തിമ, ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച ശരീരത്തിൽ നിന്ന് ജന്മം കൊണ്ട ഫാത്തിമ. ആ ഫാത്തിമ ചോദിച്ചു, അങ്ങേക്ക് എന്ത് പറ്റി? അങ്ങെന്തേ എന്നെ സന്തോഷത്തോടെ വിളിച്ചിട്ട് പിന്നെ എന്തേ മുഖം വാടിപ്പോയത്? മോളെ നിന്റെ കയ്യിൽ എന്താണ്? മോളെ നിന്റെ കയ്യിൽ എന്താണ്? അതൊരു ചെറിയ വളയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് വരുന്ന സന്തോഷം ആഘോഷിക്കാനാണ് പിതാവേ. മോളെ ഫാത്തിമ, സന്തോഷം ആഖിറത്തിലെ സന്തോഷം മതിയോ അതോ ദുനിയാവിലെ സന്തോഷമാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ആഘോഷമാണോ അവിടുത്തെ സന്തോഷമാണോ വലുത് ഫാത്തിമ? അതുകൊണ്ട് ഊരിക്കളയടി ഫാത്തിമ. എന്റെ മകളായിരിക്കാൻ ഭാഗ്യമുണ്ടായത് നീ ജീവിതത്തിൽ അഭിമാനത്തോടെ കൊണ്ടാടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഊരടി മോളെ ഫാത്തിമ എന്ന് വിളിച്ചു പറഞ്ഞ മുഹമ്മദ് सल्लल्लाहु अलैहि वसल्लम सलाम उस पर के जिसके घर में न चांदी थी न सोना था।